നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂരം കലക്കൽ അജിത് കുമാറിന് വീഴ്ച പറ്റി. DGP സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ADGP MR അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് DGPയുടെ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറി. ഗുരുതര ഔദ്യോഗിക വീഴ്ച സംഭവിച്ചുവെന്നാണ് DGPയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തൃശൂരിൽ ഔദ്യോഗിക ആവശ്യത്തിന് ADGP എത്തിയിട്ടും വിഷയത്തിൽ ശ്രദ്ധ കൊടുത്തില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മേൽനോട്ടക്കുറവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പൂരം മുടങ്ങിയപ്പോൾ ഇടപെട്ടില്ല, മുന്നറിയിപ്പുണ്ടായിട്ടും ജാഗ്രത പുലർത്തിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറും ദേവസ്വത്തിലുള്ളവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത് മന്ത്രി K രാജൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രശ്നങ്ങളുണ്ടായ ശേഷം സ്ഥലത്തുണ്ടായിട്ടും മന്ത്രി വിളിച്ചിട്ടും MR അജിത് കുമാർ ഫോൺ എടുത്തില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CPM ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. മുഴുവനും വൃത്തിയാക്കിച്ച് CPM പ്രവർത്തകർ. കണ്ണൂർ തില്ലങ്കേരി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. ഇതിനു പിന്നാലെ പടക്കം പൊട്ടിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് തന്നെ ഓഫീസിന്റെ മുൻവശം CPM പ്രവർത്തകർ വൃത്തിയാക്കിപ്പിക്കുകയായിരുന്നു. പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ചിതറിക്കിടന്നത് CPM പ്രവർത്തകരെ പ്രകോപിതരാക്കി. CPM പ്രവർത്തകരെത്തി ഓഫീസിന്റെ മുൻവശം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും രംഗം വഷളാക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കി മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. മോഷണത്തിനിടെ വീട്ടുടമയെ നിലവിളക്ക് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി പിടിയിൽ. കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് തട്ടാശ്ശേരി വീട്ടിൽ സുനിൽകുമാറാണ് പിടിയിലായത്. 2018 ഓഗസ്റ്റിൽ വാടനാംകുറിശി സ്വദേശി ഗിരീഷിന്റെ വീട്ടിൽ മോഷണം നടത്തുന്നതിനിടെ പ്രതിയെ വീട്ടുടമ പിടികൂടുകയായിരുന്നു. എന്നാൽ പ്രതിയായ സുനിൽകുമാർ രക്ഷപ്പെടുന്നതിനായി സമീപത്തുണ്ടായിരുന്ന നിലവിളക്ക് കൊണ്ട് വീട്ടുടമയായ ഗിരീഷിന്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. കേസിൽ പിടികൂടിയ സുനിൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. 14-കാരിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാടാണ് സംഭവം. തച്ചനാട്ടുകര പാലോട് ചോളോട് ചെങ്ങളക്കുഴിയിൽ ആഷിർ നന്ദയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആഷിർ നന്ദ. മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഇറാന്റെ ആക്രമണം. ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ്, പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം. ഖത്തറിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 10ഓളം മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അതിനിടെ അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്ന് ഇറാൻ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറാഖിലെ അമേരിക്കൻ താവളം ആക്രമിച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹ്റൈനിൽ സുരക്ഷാ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.